ഫലസ്തീനും അറബ് ലോകവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അറബ് ലോകം എന്ന് പറയുന്നത് ഒരു തരം മിഥ്യയാണ് എന്ന് തന്നെയാണ്. മതവും ഭാഷയൊക്കെ ഒരു തരം ഐക്യത്തിന് സഹായിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അറബ് ലോകത്ത് പലയിടത്തും ജനാധിപത്യമോ പൗരാവകാശമോ ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു നുണ എന്ന് പറയുന്നത്, ഒരുപാട് അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം പിടിച്ചു നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പല ആളുകൾക്കും ഇസ്രായേലിനോട് ഒരു തരം മതിപ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. ഇസ്രായേലിനോട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ സ്നേഹവും താല്പര്യമുള്ള വലതുപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. സാധാരണ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർ ഈ ചെറിയൊരു രാജ്യം വലിയ ഒരു കൂട്ടം രാജ്യങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിച്ച് നിൽക്കുന്നു എന്ന് കരുതിയിട്ട്, നമുക്ക് സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചെറിയ ആൾ ഒരു വലിയ വിഭാഗത്തെ തോൽപ്പിക്കുന്ന അവസരത്തിൽ അതിനോട് നമുക്കൊരു മതിപ്പ് തോന്നും. അതേപോലെ ഉദാഹരണത്തിന് 1948 ഇസ്രായേൽ നിലവിൽ വരുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഒരു പ്രമേയം, പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ ഭൂരിപക്ഷത്തിന് ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കാമെന്ന് നിർദ്ദേശിച്ചു. ആ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ തന്നെ ലാറ്റിൻ അമേരിക്കയിലുള്ള വളരെ ചെറിയ രാജ്യങ്ങളാണ് എന്ന് ചരിത്രം പറയുന്നു. അവരെ സ്വാധീനിക്കുന്നതിന് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ വന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ചരിത്രം എന്ന് പറയുന്നത്, അറബ് രാജ്യങ്ങൾ ഒന്നായിട്ട് ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ സൈന്യത്തെ അയച്ചു വന്നു. അതിനെയൊക്കെ ഇസ്രായേൽ ബൈബിൾ പഴയ നിയമത്തിലൊക്കെ പറയുന്ന പോലെ ദാവീദ് ഗോലിയാത്തിനെ അടിച്ച് തകർത്തതുപോലെ തോൽപ്പിച്ചു വന്നു. യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ വളരെ അകലെയാണ്. കാരണം അന്ന് ഒരൊറ്റ അറബ് രാജ്യവും യഥാർത്ഥമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യമായിരുന്നില്ല. ഫ്രാൻസോ ബ്രിട്ടനോ നിയന്ത്രിക്കുന്ന കോളനികളായിരുന്നു. ഈജിപ്തിലൊരു രാജാവ് ഭരിച്ചിരുന്നുവെങ്കിലും രാജാവ് ബ്രിട്ടീഷ് അംബാസഡറുടെ മുഖഭാവം നോക്കിയിട്ടായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. സിറിയ എന്ന് പറയുന്നത് നിയന്ത്രിച്ചിരുന്നത് ഫ്രാൻസാണ്. 1917 ഒരു രഹസ്യമായ കരാറ് ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുണ്ടാക്കിയിരുന്നു. അത് പിന്നീട് 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കഴിഞ്ഞപ്പോൾ ലെനിൻ തന്നെയാണ് ആ കരാറിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. സൈക്സ് പിക്കോ കരാർ എന്ന് പറയും. ഫ്രാൻസിലും ബ്രിട്ടനിലും ഉണ്ടായിരുന്ന 2
നയതന്ത്ര പ്രമുഖന്മാർ ചേർന്നിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അറബ് മേഖല കീഴടക്കുമ്പോൾ അവരിൽ ഏതൊക്കെ പ്രദേശങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് രഹസ്യമായി ഒരു കരാറുണ്ടാക്കി. എന്നാൽ പരസ്യമായി 1914 തൊട്ട് 18-19 കാലത്ത് അവസാനിച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന് ഉസ്മാനികൾക്കെതിരെ അറബികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി ബ്രിട്ടൻ പ്രയോഗിച്ച ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ സാമ്രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമാവുന്നതോടുകൂടി ഒരു വലിയ അറബ് രാജ്യം സ്ഥാപിക്കുന്നതിന് തങ്ങൾ സഹായിക്കുന്നതായിരുന്നു. ഈ നമ്മുടെ വർത്തമാനകാല ചരിത്രത്തിൽ ഇതേപോലുള്ളൊരു ചതി മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ആ കരാറിൽ അന്ന് സാദിസ്റ്റ് റഷ്യയും പങ്കാളികളായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവിടെ വിപ്ലവം ഉണ്ടാവുകയും സാമ്രാജ്യത്വ വിരോധിയായിട്ടുള്ള ലെനിൻ ഈ കരാറിൻ്റെ വിവരങ്ങൾ പുറത്ത് വിടുകയൊക്കെ ചെയ്തു. ഏതായാലും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ സൈക്സ് പിക്കോ കരാറിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യങ്ങൾ ഒക്കെ പ്രത്യേക കോളനികളായിട്ട് മാറി. ഞാൻ പറഞ്ഞല്ലോ, സിറിയയും ലെബനോണും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായി. സിറിയയുടെ ഭാഗം തന്നെയായിരുന്നു ഈ ലെബനോൺ എന്ന് പറയുന്നത്. അതിന് പിന്നെ വേറെ ചരിത്രമുണ്ട്. ലെബനോണ് വേറെ ആക്കാൻ ഫ്രാൻസ് പ്രത്യേക താല്പര്യം കാണിച്ചത് അവിടെയുള്ള മറോണി ക്രിസ്ത്യാനികളും ഫ്രാൻസിലെ വലിയ ഭൂരിപക്ഷമായ കത്തോലിക്കരും തമ്മിലുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ട് ലെബനോണെന്ന് മാറ്റി വെച്ചിട്ട് പിന്നീട് മറോണി ക്രിസ്ത്യാനികളുടെ ഒരു രാജ്യമാക്കി മാറ്റാൻ ഫ്രാൻസ് വളരെ ശ്രമിച്ചെങ്കിലും അത് പിന്നീട് പരാജയപ്പെട്ടു. അതൊക്കെ വേറെ കഥകളാണ്. ഇറാഖ് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. ഇറാഖിലൊക്കെ വലിയ വിപ്ലവവും പിന്നെ ജനകീയ പ്രക്ഷോഭത്തിൽ ഇറാഖിലുണ്ടായിരുന്ന ഫൈസൽ രാജാവിനെ ജനങ്ങൾ ആട്ടിപ്പായിക്കുകയൊക്കെ ചെയ്തതൊക്കെ വേറെ കഥകൾ. ഞാൻ പറയുന്നത് അതിലേക്കല്ല. 48 ഒരു അറബ് രാജ്യത്തിനും വലിയ സൈനിക മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. എല്ലാം കോളനികളായിരുന്നു. അങ്ങനെയാണ് 48 ഇസ്രായേൽ നിലവിൽ വരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളിൽ പറഞ്ഞ പല വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് കൃത്യമായും എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്ന പദം, വംശശുദ്ധീകരണം എന്ന് പറയുന്ന ആ തന്ത്രം ആദ്യമായി പ്രയോഗത്തിൽ വരുത്തിയത് ഇസ്രായേലാണ്. പലസ്തീൻകാരായ ആളുകളെ ഭയപ്പെടുത്തിയിട്ട് രാത്രി തെരുവുകളിലൂടെ വലിയ ലൗഡ് സ്പീക്കറിൽ അല്ലെങ്കിൽ മെഗഫോണിൽ സയണിസ്റ്റ് ഭീകരപ്രവർത്തകന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വംശശുദ്ധീകരണം ചില പ്രത്യേക മേഖലകളിൽ ഈ സയണിസ്റ്റ് ഭീകരന്മാർ എന്നുള്ളത് ഞാൻ ബോധപൂർവം പ്രയോഗിക്കുകയാണ്. കാരണം ഇസ്രായേലാണ് ഈ ഭീകരപ്രവർത്തനം എന്ന് പറയുന്ന, ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പദം ആദ്യം തന്നെ അറബ് ലോകത്ത് കൊണ്ടുവന്നത് ഇസ്രായേലാണ്. ഉദാഹരണത്തിന് ജെറൂസലമിലെ ക്യാമ്പ് ഡേവിഡ് ഹോട്ടൽ എന്ന് പറയുന്ന അതിൻ്റെ ചുവട്ടിൽ പിന്നീട് അവിടെ പ്രധാനമന്ത്രിയായി വരുന്ന മെനാഹം ബെഗിൻ്റെ രഹസ്യ സംഘടനയായിരുന്ന ഹഗന, സ്റ്റേൺ എന്നൊരു പേരും അതിനുണ്ടായിരുന്നു. അതിന് ചുവട്ടിൽ ട്രക്ക് ബോംബ് വെച്ചിട്ട് പലസ്തീൻകാരും യഹൂദന്മാരും ബ്രിട്ടീഷുകാരുമായ ഏതാണ്ട് 100ഓളം ആളുകളെ കൊലപ്പെടുത്തി ആദ്യത്തെ ടെററിസ്റ്റ് അറ്റാക്ക് അറബ് ലോകത്തുണ്ടായത് ഇസ്രായേലിൻ്റെ വകയാണ്. അപ്പോൾ അതേപോലെ ഈ മെനാഹം ബെഗിൻ്റെ ഗ്യാങ്
ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വൻതോതിൽ ഭയം ജനിപ്പിച്ചിട്ട് ചില പ്രദേശങ്ങളിൽ, ചില തെരുവുകളിൽ, അറബ് തെരുവുകളിലേക്ക് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ആളുകളെ വരി വരിയായിട്ട് നിർത്തിയിട്ട് വെടിവെച്ച് വന്ന് ഭയം ജനിപ്പിച്ചിട്ട് ആണ് ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള യാഫ എന്ന് പറയുന്ന പലസ്തീൻ പട്ടണത്തിൽ നിന്നും ഈ ലോദ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നൊക്കെയുള്ള അറബികളെ ആദ്യമായി വംശശുദ്ധീകരണം നടത്തിയിട്ടാണ് ഇസ്രായേൽ നിലവിൽ വരുന്നത്. അതിന് ബ്രിട്ടന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്കറിയുകയും ചെയ്യാം. 1917 ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന കുപ്രസിദ്ധമായ പ്രഖ്യാപനം വരുന്നത്. നല്ല രസമുള്ള പ്രഖ്യാപനമാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ. ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്ത പ്രദേശത്ത് ഒരു യഹൂദന്മാർക്ക് വേണ്ടി ഒരു നാഷണൽ ഹോം, ഒരു ദേശീയ ഗേഹം ഉണ്ടാക്കാമെന്ന് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിയായ ബാൽഫർ പ്രഭു അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഉദാഹരണത്തിന് കെനിയയിൽ പാർസികൾക്കൊരു രാജ്യമുണ്ടാക്കാൻ നടപടിയെടുക്കാമെന്ന് ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്നത് പോലെ ശുദ്ധ അസംബന്ധമായിരുന്നു അത്. അവർക്ക് അവകാശമില്ലാത്ത, അധികാരമില്ലാത്ത, നിയമമില്ലാത്തൊരു സ്ഥലം. എങ്കിലും അതിലൊരു ചെറിയ ഒരു വാചകം കൂടി ചേർത്തിയിരുന്നു. അവിടെ നിലവിൽ ജീവിക്കുന്ന പൗരന്മാരുടെ അവകാശങ്ങൾ ഒരു തരത്തിലും ലംഘിക്കാതെ തന്നെ എന്നൊരു വാചകയിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഒരു കാലത്തും പിന്നെ ഒരു വരണ്ട, ആരും കടക്കാത്ത, ജനങ്ങളില്ലാത്ത സ്ഥലമായിരുന്നില്ല. ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന് ഓസ്ട്രിയയിൽ തിയേഡർ ഹേഴ്സൽ അന്ന് പ്രഖ്യാപിച്ചത് ശുദ്ധ നുണയായിരുന്നു. പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് താരതമ്യേന മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള പ്രദേശമാണ് പലസ്തീൻ, അല്ലാതെ ഈ അറബ് മരുഭൂമി പോലുള്ള സ്ഥലമല്ല. ആ പ്രദേശത്ത് പലസ്തീൻകാർ നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 1-2 നൂറ്റാണ്ടുകളിൽ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളെയൊക്കെ തോൽപ്പിച്ചിട്ട് അവിടെ രാഷ്ട്രമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞ് 1000-ലധികം വർഷങ്ങളായി അവിടെ ജീവിച്ചു വരുന്ന ജനവിഭാഗം, അങ്ങനെ ഒരു ജനവിഭാഗം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് ഭൂമിയില്ലാത്തൊരു ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന് പറയുന്നത്. അത് ഈ ഫലസ്തീൻകാർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഈ യഹൂദന്മാർ പല ആളുകളും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഈ ഗോൾഡ മേയറെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? ഗോൾഡ മേയർ വളരെ പുരോഗമനകാരിയായ ലിബറൽ രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. അവരോട് ഏതൊരു പത്രപ്രവർത്തകൻ പലസ്തീൻകാരുടെ അവകാശങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ഇപ്പോൾ പലരും അത് ഉദ്ധരിക്കുന്നുണ്ട്, പലസ്തീൻകാരോ, അങ്ങനെ ഒരു ജനതയോ, അവർ അറബികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്നത് ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട പ്രദേശവും സാംസ്കാരികവുമായി നാഗരികമായ വലിയ സംഭാവന അർപ്പിച്ചിട്ട് ആ പ്രദേശത്ത് നിന്ന് അവിടെ ജനങ്ങളില്ല എന്ന ശുദ്ധ നുണ പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ ശ്രമങ്ങൾ തന്നെ തുടങ്ങുന്നത്. ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന വേൾഡ് സയനിസ്റ്റ് കോൺഗ്രസ് ഉണ്ടാവുന്നതും തിയേറ്റർ റിഹേഴ്സൽ അതിൻ്റെ ഇതാവുന്നതൊക്കെയുള്ള കഥകൾ വേറെ. അപ്പോൾ 48 തന്നെ തിരിച്ചു വരിക. 48 ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ അറബ് രാജ്യങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. കാരണം അറബ് രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് അവരല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയൊക്കെ ഭരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടനോ ഫ്രാൻസോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 48 ഞങ്ങൾ ഗംഭീര വിജയം നേടി എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണെന്ന് ഞാൻ പറയുന്നു. അതിന് ശേഷമുള്ള ഈ വംശീയമായ ശുദ്ധീകരണം ഇസ്രായേൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അന്ന് അറബ് ലോകത്ത് ഒരു ഐക്യവും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അറബ് ലോകം എന്ന് പറയുന്നത് ഒരു ആശയം എന്ന നിലയിൽ കവിഞ്ഞ് ഒരു സാംസ്കാരികമായുള്ള ഒരു വൈകാരികമായ ഒരു അസ്തിത്വം എന്നതിൽ കവിഞ്ഞ് അതിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അറബ് ലോകത്ത് രാഷ്ട്രീയമായ ഒരു ഉണർവ് പിന്നീട് വരുന്നതിന് ഇസ്രായേൽ സ്ഥാപനം ഒരർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം അറബികളുടെ പിന്നെ മുസ്ലിങ്ങളുടെയൊക്കെ മൂന്നാമത്തെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള പള്ളി തീർത്ഥാടന കേന്ദ്രം യെറൂസലമിലാണ്. നമ്മൾ ഈ മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന മൂന്നാമത്തെ തീർത്ഥാടനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകാരികമായി ഈ മസ്ജിദുൽ അക്സ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അറബികൾക്കും ലോക മുസ്ലിങ്ങൾക്കുമൊക്കെ വലിയ വലിയ മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന, അപമാനം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ മുസ്ലിം വിരുദ്ധരായുള്ള ശക്തികൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നത്. അപ്പോൾ പിന്നീട് 1948 വന്നതിന് ശേഷം ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് UN പ്രമേയമാണെന്ന് ഞാൻ പറഞ്ഞു. 2 രാജ്യങ്ങളായിട്ട് വിവരിക്കുക. എന്നാൽ ഒരിക്കലും 2 രാജ്യങ്ങളായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായില്ല. അതിൻ്റെ ഈ ഭൂപ്രദേശങ്ങൾ ഓഹരി വെക്കുന്നതിലൊക്കെ വലിയ അനീതി നടന്നു എന്ന് പറയാറുണ്ട്. കാരണം അന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ ലാറ്റിൻ അമേരിക്കയിൽ വന്ന രാജ്യങ്ങളൊക്കെ വളരെ ദുർബലരായിരുന്നു. പിന്നെ ഇത് ഒരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റാണ് എന്ന്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ സെറ്റിൽ സ്റ്റേറ്റാണ് എന്ന കാര്യം അവർക്കറിയാമായിരുന്നെങ്കിലും ആ കാര്യം ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതിന് ശേഷിയില്ലാത്ത വിധം ദുർബലമായ രാജ്യങ്ങളായിരുന്നു. 48 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. വേറെ പല പ്രദേശങ്ങൾക്കും കിട്ടുന്നത് ഈ 50കളുടെ ആദ്യത്തിലോ അവസാനത്തിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതേസമയത്ത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയാം. പക്ഷേ ഐക്യരാഷ്ട്രസഭ ഈ പ്രമേയം പാസ്സാക്കുന്ന നേരം പിന്നീട് വലിയ വിപ്ലവകാരികളും പുരോഗമനകാരികളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന റഷ്യയും അതിനനുകൂലമായിരുന്നു. പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ റഷ്യയിലെ യഹൂദന്മാരൊക്കെ ഒഴിവാക്കാനുള്ള ഒരു രഹസ്യതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും റഷ്യ ഈ പ്രമേയത്തെ അനുകൂലിച്ചത്. ഇന്ത്യ എതിരായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം എഴുതിയിരിക്കുന്ന യഹൂദനായ ഫ്രഞ്ച് ചരിത്രകാരൻ മാക്സിം പ്രൊദാൻസൺ, അദ്ദേഹമാണ് ഇസ്രായേലിനെ പറ്റിയുള്ള ഏറ്റവും നല്ല വസ്തുതകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേൽ ഈസ് എ കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പോലെ വടക്കേ അമേരിക്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സെറ്റിലർ സ്റ്റേറ്റ് ആണല്ലോ. അവിടെയുള്ള ആ നാട്ടുകാരെ മുഴുവൻ പിന്നെ ഒതുക്കിയിട്ട് ഏതാണ്ട് 90% അമേരിക്കക്കാരെ നശിപ്പിച്ചിട്ടാണ് അമേരിക്കൻ ഐക്യനാടുകൾ വരുന്നതെന്ന് നമുക്കറിയാം. 200-250 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു രാജ്യം. എങ്ങനെയാണ് അമേരിക്കക്കാരെ നശിപ്പിക്കണം എന്നുള്ളതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ട് അവർക്ക് വസൂരിക്കെതിരെ അവർക്ക് പ്രതിരോധ ശേഷിയില്ലാത്തതുകൊണ്ട് അവർക്കിടയിൽ വസൂരി പ്രചരിപ്പിക്കുന്നതിന് വസൂരി അണുക്കളുള്ള പുതപ്പുകൾ വിതരണം ചെയ്ത ചരിത്രമുള്ള ക്രൂരതയുടെ ജനസൈഡിൻ്റെയൊക്കെ ചരിത്രമുള്ള രാജ്യമാണ്. അതേമാതിരിയുള്ള ഒരു സെറ്റിലർ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് 48 തൊട്ട് ഇന്ന് 2021 വരെ ഈ പ്രദേശത്ത് ഒരിക്കലും ശാശ്വതമായൊരു സമാധാനം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് ഇസ്രായേൽ പിന്നെ അവരുടെ പഴയകാല രാഷ്ട്രസ്ഥാപന മിത്തുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പലസ്തീൻകാരുമായിട്ട് രാജിയാവുന്നില്ലെങ്കിൽ
ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാവി വളരെ 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 ഇരുണ്ടതാണ് എന്നത് വേറെ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സൈനികമായ മേൽക്കോയ്മ സ്ഥാപിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. അങ്ങനെ 1956 രണ്ടാമത്തെ ആക്രമണം നടക്കുന്നു. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ ഫ്രാൻസിനും ബ്രിട്ടനും ഒക്കെ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നുള്ളൊരു തോന്നലുണ്ടായി. ഈജിപ്തിൽ ജമാൽ അബ്ദുൽ നാസർ അധികാരത്തിൽ ഏറി ഫാറൂഖ് രാജാവിനെ അദ്ദേഹത്തെ നാട് കടത്തി. അതേമാതിരി സിറിയയിലാണെങ്കിൽ മറ്റു നിലക്കുള്ള ഫ്രാൻസിൻ്റെ നീക്കങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി. സൂയസ് കനാൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. സൂയസ് കനാൽ ഒരിക്കൽ നാസർ ആവശ്യപ്പെട്ടത് ഞങ്ങളെ പ്രദേശമാണ്, ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പം ബ്രിട്ടൻ അത് തിരസ്കരിച്ചു. ഫ്രാൻസും ബ്രിട്ടനും കൂടിയാണ് സൂയസ് കനാലിലെ വരുമാനം ഓഹരി വെച്ചിരുന്നത്. ഇവർക്കെന്താ ഒരു ചെറിയ ചായ പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ സൂയസ് കനാൽ നാസർ ദേശസാൽക്കരിച്ചു. ഒരുപക്ഷെ അറബികളുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നടപടിയായിരുന്നു അത്. ജമാൽ അബ്ദുൽ നാസർ അറബ് ലോകത്തെ ഒരു പുതിയ ചിന്തയുടെ വിമോചനത്തിൻ്റെയൊക്കെ ഒരു ജ്വലിക്കുന്ന പ്രതീകമായിട്ട് വന്നു. അതിൻ്റെ മറ്റു വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ദേശസാൽക്കരിച്ചപ്പോൾ അത് കൊളോണിയൽ താല്പര്യങ്ങൾക്ക് വളരെ എതിരായിരിക്കുന്നു മാത്രമല്ല, ബ്രിട്ടീഷ് ഖജനാവിലേക്കുള്ള ഫ്രഞ്ച് ഖജനാവിലേക്കുള്ള വരുമാനം കുറയുന്നെന്ന് കണ്ടപ്പോൾ അവരെ ബ്രിട്ടനും ഫ്രാൻസും കൂടി ചേർന്നിട്ട് ഇസ്രായേലിന് സാമ്പത്തിക സഹായം ചെയ്തിട്ട് 56 രണ്ടാമത്തെ ആക്രമണം നടക്കും. അതിലവർ സൂയസ് സൈനായ് മരുഭൂമിയൊക്കെ പിടിച്ചെടുത്തു. പക്ഷേ അതിൽ അമേരിക്കക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ അന്ന് ഐസൻഹോവറാണ് പ്രസിഡന്റ്. കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യബോധമുള്ള പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം എന്ന് കേൾക്കാറുണ്ട്. ഇത്ര ശക്തമായ രീതിയിലുള്ള സയനിസ്റ്റ് സ്വാധീനത്തെ ഒന്നും ഐസൻഹോവർ അങ്ങനെ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ട്രൂമൻ നേരെ മറിച്ചായിരുന്നു. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ട്രൂമൻ സയനിസ്റ്റുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അദ്ദേഹം മത്സരിച്ച് യാദൃശ്യമായിട്ട് ജയിക്കുകയും ചെയ്തു. അത് ഐസൻഹോവർ വന്നപ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഐസൻഹോവർ ബ്രിട്ടനോട് പറഞ്ഞു, ഫ്രാൻസിനോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞു യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് ഇസ്രായേൽ യുദ്ധം നിർത്തി. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നതിന് അമേരിക്കയുടെ വലിയ സഹായമുണ്ട്. അത് അമേരിക്ക ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. സൈനിക സഹായം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഐസൻഹോവർ കണ്ണുരുട്ടിയപ്പോൾ ഇസ്രായേൽ സിനായ് മരുഭൂമിയിൽ നിന്ന് പിൻവാങ്ങി. അതോടുകൂടി അത് അവസാനിച്ചു. പക്ഷെ അപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ അറബ് ലോകം എന്ന് പറയുന്ന അത് ആ പ്രദേശങ്ങളിലൊക്കെ പുതിയ ജനാധിപത്യ ശക്തികൾ വരാൻ തുടങ്ങി. അത് പലപ്പോഴും അറബികളുടെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് അറബ് ലോകത്ത് വളർന്നു വരരുത് എന്നാഗ്രഹിക്കുന്ന 2 or 3 ശക്തികളുണ്ട്. ഒന്ന് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ അമേരിക്കയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും പറയാറുണ്ടായിരുന്നത്, ഞങ്ങളാണ് അറബ് ലോകത്തെ ഒരേ ഒരു ജനാധിപത്യം എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും 10-20% വരുന്ന പലസ്തീൻകാരായ അറബികൾ ഇസ്രായേൽ പൗരന്മാരാണ്. അവർ വർണ്ണവിവേചനവും വംശവിവേചനവും അനുഭവിക്കുന്ന വിഭാഗമാണ്. ഇസ്രായേലിൽ വർണ്ണവിവേചനം അനുഭവിക്കുന്ന 2-3 വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് പലസ്തീൻകാരനാണ്. രണ്ടാമത്തത് ഈ ദുരൂസികൾ എന്ന് പറയുന്ന വിഭാഗം. അവർക്ക് പൗരന്മാർ എന്ന നിലക്ക്
2ാം സ്ഥാനമുള്ള ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള. മാത്രമല്ല ഇന്ന് ലോകത്ത് വർണ്ണവിവേചന അപ്പാർത്തൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ വൻതോതിൽ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യക്ക് വരെ അറിയാം ഇന്ന് ലോകത്ത് വർണ്ണവിവേചനം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇസ്രായേലാണ്.